ചേട്ടാ, മന്ത്രിസഭാ വികസനം, പുനഃസംഘടന, വികസനം എന്നുള്ളതല്ല, പുനഃസംഘടനയാണ്. പുനഃസംഘടന നടത്തുന്നത് 3.0 ലക്ഷ്യമിട്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലേക്ക് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് നമ്മൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില പേരുകൾ കൂടിയാണ്, അല്ലെ? തല ഉരുളുന്നതുകൊണ്ട് ഭരണതുകൊണ്ട്. അതെ അതെ. അപ്പോ അതെങ്ങനെയാണ് അതിന്റെ ഒരു നടപടിയിലേക്കൊക്കെ പോകുമ്പോൾ, എങ്ങനെയാണ് അതിന്റെ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ? നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതില് ഒന്ന്, ഈ പട്ടികജാതി പട്ടിക വകുപ്പിന് പ്രാതിനിധ്യം ഇല്ല എന്ന് കോൺഗ്രസിൽ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരുന്നല്ലോ. അതെ അതെ. അപ്പൊ അത്തരത്തിലൊരു പ്രാതിനിധ്യത്തിന് വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആ പറഞ്ഞതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പിന്നോക്ക സമുദായത്തിന് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ആൻസലൻ എന്ന് പറഞ്ഞൊരു MLA ഉണ്ട്. ഈ പറയുന്ന പോലെ അദ്ദേഹം നെയ്യാറ്റിങ്കര MLA ആണ്. ആൻസലൻ VS പക്ഷക്കാരനായിരുന്നു, ജനപ്രിയനായ ഒരു നേതാവാണ്. കാര്യം കോൺഗ്രസിന് പ്രാതിനിധ്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആൻസലൻ നെയ്യാറ്റിങ്കര ജയിച്ച് ശക്തനെ തോപ്പിച്ചുകൊണ്ടാണ്. എൻ ശക്തൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ശക്തനായ നേതാവിന്. ഒരു നെയ്യാറ്റിങ്കര പോലെ ഹിന്ദു നാടാരുമുണ്ട്, ക്രിസ്ത്യൻ നാടാരുമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ഒരാൾ ജയിക്കുക, CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവിടെ ജയിക്കാൻ വളരെ പാടാണ്. അപ്പോൾ ആൻസലനെ മന്ത്രിസഭയിൽ എത്തിക്കാൻ പരിഗണനയിലുണ്ട്. ആൻസലനൊരു കറപ്ഷനൊന്നും ഇല്ലാത്ത ഒരു നേതാവാണ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെ പട്ടികജാതി ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞെങ്കിൽ കോൺഗ്രസ്സിന് ഒന്നും നടക്കുന്നില്ല. CPM-ൽ അത് നടക്കുന്നു എന്ന് കാണിക്കേണ്ടത് CPM-ന്റെ കൂടെ ഒരു ആവശ്യമാണ്. മനസ്സിലായില്ലേ? കൊടിക്കുന്നിൽ സുരേഷാണ് അത് പറഞ്ഞത്. പിന്നീട് നമുക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായ നാടാർ സമുദായത്തിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ആൻസലിനെ കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അതുവഴി തലസ്ഥാന ജില്ലയിൽ നിന്ന് ഒരാൾ കുറച്ചുകൂടെ പ്രാതിനിധ്യം, ശിവൻകുട്ടി ഉണ്ടല്ലോ. കൂടാതെ ഈ മന്ത്രിസഭയിലെ നിലവിൽ ആരൊക്കെ മാറുമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ മാറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ ഗ്രൂപ്പിസത്തിലൊന്നും പെടാത്ത ഒരാളാണ്. ആരും മുഖ്യമന്ത്രി നിങ്ങളൊന്നും പറയുന്ന പോലെയല്ല, ഞാൻ മരുമകനെയും സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ, അങ്ങനെ ഒരു പേര് മരുമകനായതുകൊണ്ടുള്ള കൺസെഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് റിയാസിനെ മാറ്റുമെന്നും സജി ചെറിയാനെ മാറ്റുമെന്നും ഒരു വാർത്തയുണ്ട്. സജി ചെറിയാൻ അത് നല്ല തീരുമാനം. എന്തായാലും എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഈ പ്രേക്ഷകർ അത് ചിന്തിക്കും, അത് ഉറപ്പാണ്. അതിനെ മാറ്റേണ്ടത് ഒരു ആവശ്യമാണ്. സ്വന്തം അമ്മച്ചിയോട് ചോദിച്ചു കഴിവ് നിങ്ങൾ എന്താ തീരാറായില്ല എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഇത്തരത്തിൽ വീണ ജോർജിനെയും മാറ്റാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ വീണ ജോർജിനെ മാറ്റാന്ന് വിചാരിച്ചാൽ വീണ ജോർജിന്റെ ഭർത്താവിന്റെ പ്രതികരിക്കുന്ന ഈ ക്രിസ്ത്യൻ, പക്ഷേ ഞാൻ ചോദിക്കുന്നത് വീണ ജോർജിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതൊന്നുമല്ല. അത് ഈ പറയുന്ന സഭാവോട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പിണറായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ല, അത് പറയുന്ന പോലെ അല്ല. കാര്യം പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനൊക്കെ ജയിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ മുഖമിനുക്കിയതിന് ശേഷം തിരിച്ചു വീണ്ടും ഒരു മന്ത്രിസഭ വരുന്നുണ്ടെങ്കിൽ അവിടെ വീണ ജോർജിന് ഒരു സ്ഥാനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതിനുവേണ്ടി മാറിക്കൊടുക്കുന്നതിൽ എന്താണ്? അത് വീണ ജോർജിനെ ഇപ്പൊ മാറ്റിയല്ലേ, അവരുടെ സമുദായത്തിനിടയിൽ ചോദ്യം വരും. നിങ്ങൾ ഞങ്ങളെ വീണയെ മാറ്റിയതല്ലേ അവസാനത്തെ ഒരു കൊല്ലം, കട്ടോ മുടിച്ചോ എന്തോ, അവിടെ ഈ ജാതി സ്നേഹം ഭയങ്കരമാണ്. അപ്പൊ അതൊരു ചോദ്യം വന്നാൽ ചിലപ്പോൾ ജയിച്ചില്ലെങ്കിലോ. ഏതായാലും റിയാസിനെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാനായിട്ട് AM ഷംസീറിനെ മന്ത്രിസഭയിൽ എത്തിക്കാനും പരിഗണന ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആര് സ്പീക്കർ? അത് അങ്ങനെയാണെങ്കിൽ സ്പീക്കറായിട്ട് പ്രേത തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മുടെ ടീച്ചറെ ശൈലജ ടീച്ചറിനെ. അതായത് എനിക്ക് തോന്നുന്നത് KK ശൈലജയെ പിണറായിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അല്ല, പിണറായിക്ക് ഇഷ്ടമല്ല. നമ്മൾ കുറച്ചു മുമ്പ് പറയാതെ പറഞ്ഞു പോയ പിണറായിയുടെ ഒരു ഗുഡ് ബുക്ക് ഉണ്ട്. ആ ഗുഡ് ബുക്കിൽ ശൈലജ എന്നേ പോയി കഴിഞ്ഞു. അതായത് ഒന്നാമത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിയപ്പോ തന്നെ ശൈലജയെ കടുംവെട്ട് വെട്ടിയിട്ടുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ തന്നെക്കാൾ കൂടുതൽ ഒരു ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുകയും അവിടെ എല്ലാവരും സത്യം പറഞ്ഞാൽ അടുത്ത വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് കണ്ടതാണ് എല്ലാവരും KK ശൈലജയെ. അവിടെ നിന്നാണ് കടുംവെട്ട് വെട്ടി മാറ്റിയത്. അപ്പോ ഇനി ഒരു മന്ത്രിസഭ വന്നാലും ഒരിക്കലും അദ്ദേഹത്തിന് ശൈലജയുടെ വളർച്ചയ്ക്ക് പിണറായി തന്നെയാണ് ഏറ്റവും കൂടുതൽ ബദലായിട്ട് ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കെ ഈ പറയുന്ന ശൈലജയെ അവിടെ മന്ത്രിസഭയിലേക്ക് ഇനി ആയാലും എടുക്കില്ല. പിണറായിയുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം
പിണറായി കെ ശൈലജയെ കൊണ്ടില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഷംസീറിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുക എന്നുള്ളതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടിയേരിയുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അതെ അതെ, കോടിയേരിയാണ് അവസാനം പറഞ്ഞത് എനിക്ക് ആക്കണം, ഷംസീറിനെ ആക്കിയേ പറ്റുള്ളൂ. കിടക്കയിൽ കിടന്ന് 2 ആവശ്യങ്ങളായിരുന്നു. ഒന്ന് ഗോവിന്ദനെ സെക്രട്ടറി ആക്കണമെന്ന്, ഷംസീറിനെ ഇതേപോലെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് ഒരു മാറ്റം വരുന്നത്. പ്രദീപിനെ ഇപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ ഷംസീറിന്റെ കസേരയിലേക്ക് കെ ശൈലജയെ കൊണ്ടുവരും. അപ്പൊ മന്ത്രിസഭ എന്നുള്ള മോഹം അവിടെ തീരുന്നു. പക്ഷേ ശൈലജയ്ക്ക് അവസരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശൈലജ ഇപ്പൊ ഇങ്ങനെ എന്നിരുന്നാലും പാർട്ടിക്കകത്ത് ഇപ്പൊ കാഫിർ പ്രയോഗത്തിലൊക്കെ കൂടെ ശൈലജയെ എടുത്ത് എല്ലാവരും കൂടെ അത് എവിടെ നിന്നാണ് എൻ്റെ ആസ്ഥാനം നോക്കി ഇപ്പൊ പാർട്ടിക്കാരനായ ഒരു അധ്യാപകന്റെ മൊബൈലിൽ നിന്നാണ് ഇത് പോയത്. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ പാർട്ടി ശ്രമിച്ചു എന്നുള്ളത് ശൈലജയുടെ മനസ്സിലേറ്റൊരു മുറിവാണ്. മര്യാദയ്ക്ക് അതായത് ശൈലജയ്ക്ക് ഇതിന്റെ മേലെല്ലാം തിരിച്ചടിക്കാമെന്നുണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ കാണുന്നതാണ്, അങ്ങനെ തിരിച്ചടിക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ കടുകട്ടിയായിട്ട് ആ സമയത്ത് തന്നെ അവർക്കത് പറയാൻ പറ്റുമായിരുന്നു. അത് ഒരിക്കലും പൊളിച്ചു വരാൻ താല്പര്യമില്ലാത്ത, അതായത് അതിനപ്പുറം പോയി മറികടന്ന് പറയാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇനി ആയാലും അതൊന്നും ഉയർത്തിക്കൊണ്ട് വരികയില്ല. ആ സമയത്ത് പറയാൻ പറ്റുന്ന കുറുക്കി കൊള്ളി വെക്കുന്ന പോലത്തെ ഒരു ചെറിയ മറുപടി കൊടുക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് കെ ശൈലജ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തക പാർട്ടിയെയോ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയോ മറികടന്നുകൊണ്ട് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല. എങ്കിലും അവര് പാർട്ടി അച്ചടക്കമുള്ളൊരു ഇപ്പം ഈ ശൈലജയുടെ തന്നെയാണ് ഇതിന് കാരണം. അല്ല, ശൈലജയുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ എടുത്ത് തന്നെ പറയേണ്ടി വരും. ഈ മുഹമ്മദ് റിയാസിനെ മാറ്റണം എന്നുള്ളത് മുറവിളി കഴിഞ്ഞ കുറെ നാളായിട്ടുണ്ട്. റിയാസിനെ ഒരു അമ്മാവൻ മരുമകനെ ഇത്രയും സംരക്ഷിക്കാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇതാ. അതിന് നമ്മൾ ആശങ്കപ്പെട്ടിട്ടോ അത്ഭുതപ്പെട്ടോ കാര്യമില്ല. ഒരേ ഒരു മകളോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന്റെ ആധിക്യം എത്രത്തോളം നമുക്കറിയാം. അപ്പൊ മരുമകനോട് ഉണ്ടാവില്ലേ? അല്ല പ്രീത, വേറൊരു കാര്യം കൂടെ ഉണ്ട്. മുഹമ്മദ് റിയാസ് എന്ന നേതാവ് കോഴിക്കോട് വളർന്നു വരുന്നത് നമ്മളെല്ലാം, ഞാൻ എൻ്റെ പിന്നെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ എത്രയോ അവസരങ്ങൾ പാർലമെന്റ് തലത്തിൽ മത്സരിക്കാൻ റിയാസിന് കിട്ടിയിട്ടുണ്ട്. റിയാസിന് അത് ന്യൂനപക്ഷം എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ടാണ്. കാര്യം കോഴിക്കോട് ന്യൂനപക്ഷത്തിലൂടെ CPM ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി വളരുക എന്നുള്ളതാണ്. ആ വളർച്ചയ്ക്കൊരു നിർണായക ഘടകം റിയാസിനെ കൊണ്ട് നേടാമെന്ന് ശ്രമിച്ചു. ഒരു വേള MP വീരേന്ദ്രകുമാറിനെ പോലും പിണക്കിയിട്ടുണ്ട് അവർ. വീരേന്ദ്രകുമാറിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ റിയാസിന് വേണ്ടി ഇവർ ബലിയാടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ മറ്റൊന്നുകൂടെ പറയുമ്പോൾ ഈ വീണ ജോർജിൻ്റെ കേസ്, സജി ചെറിയാൻ എന്ന തലവേദനയെ ഉറപ്പായിട്ട് കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള കാര്യം പിണറായി മനസ്സിലാക്കേണ്ട, അത് വൈകിയെങ്കിലും അദ്ദേഹം മനസ്സിലാക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, സർക്കാർ ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭാ കാലത്താണ് ഇത്തരത്തിലൊക്കെയുള്ള ഇങ്ങനെയുള്ള കുറേ ചെയ്തികളൊക്കെ ചെയ്യുന്നത്. മുഖം മിനുക്കാൻ എന്ന് പറഞ്ഞ് 2-3 പേരെയൊക്കെ മാറ്റുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു സ്റ്റൈലിലേക്കാണ്. കാര്യം കോൺഗ്രസിന്റെ ഒരു ഭരണശൈലി തന്നെയാണല്ലോ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഒഴിവാക്കപ്പെടുന്ന 2-3 പേരുകളുണ്ട് മുഖം മിനുക്കലിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നവർ. ഒന്ന് KN ബാലഗോപാൽ, അദ്ദേഹത്തിനൊന്നും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയുടെ പ്രാതിനിധ്യം ഉദ്ദേശിക്കുന്നത്. അതും മാത്രമല്ല, തോമസ് ഐസക്ക് ഏതാണ്ട് നശിപ്പിച്ചു വെച്ചിട്ട് പോയ ഒരു വകുപ്പാണ് തോമസ് ഐസക്ക്. മറ്റേ നമ്മുടെ ഈ പറയുന്നത് പോലെ അവിടെ അദ്ദേഹത്തിന് വെറുതെ ഒരു എന്താ പറയാ അരങ്ങാപ്പാറയെ കൊണ്ട് വെക്കാനല്ലാതെ അവിടെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തോമസ് ഐസക്ക് അതിനു വേണ്ടിയുള്ളതൊക്കെ ചെയ്തിട്ടാ പോയത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് CPMന്റെ സർജിക്കൽ സ്ട്രൈക്ക് കറക്റ്റായിട്ട് വന്നിരിക്കുന്ന മറ്റൊന്ന്, പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറി ആയി കൊണ്ടുവച്ചിരിക്കുന്നു. പിന്നെ ഇനി വീണ ജോർജിനെ ഒഴിവാക്കി. ഇങ്ങനെ ഇടിഞ്ഞ പ്രതിച്ഛായയെ നമ്മൾ ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മുടെ കുന്നത്തുനാട് MLA ശീലജന്റെ കാര്യം പറഞ്ഞു. ശീലജൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രിയാക്കുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പൊ ആൻസലനെ മന്ത്രിയാക്കുകയാണെങ്കിൽ, സജി ചെറിയാൻ ഒഴിയുകയാണെങ്കിൽ പകരം PP ചിത്രരഞ്ജൻ വന്നേക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രൻ, ആൻസലൻ അല്ല അറിയാതെ നെഞ്ചത്ത് കൈവച്ച് പോയതാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പുണ്ടെങ്കിലും അതിന്റെ മന്ത്രി എന്ന് പറയുന്നത് പട്ടികവർഗക്കാരനായിട്ടുള്ള OR കേളു എന്ന് പറയുന്നത്. കേളു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ്. വയനാടുകാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ സാഹചര്യത്തിലേക്ക് കോങ്ങാട് MLA ആയിട്ടുള്ള K ശാന്തകുമാരി അവരെ മന്ത്രിസഭയിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു പരിഗണന
പരിഗണന ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. ശാന്തകുമാരി, ആൻസലൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, പി ചിത്തരഞ്ജൻ, അങ്ങനെ ഈ കെ ശാന്തകുമാരി എന്നുള്ള ആ പേരൊന്നും, ശൈലജ സ്പീക്കർ, ഷംസീറിനെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കെ ശാന്തകുമാരി അധികം അങ്ങോട്ടേക്ക് ജനങ്ങളിലേക്ക് ഒരുപാട് എത്തപ്പെടാത്ത കുറെ പേരുണ്ട്, കഴിവും പ്രാപ്തിയും ഉള്ളവരുണ്ട്. അവരെയൊക്കെ ഇണക്കി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മുഖമിനുക്കൽ, ആ മുഖമിനുക്കലിലൂടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.